നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൂൺ അഥവാ മഷ്റൂം തോരനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. മഷ്റൂമിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ക്യാൻസർ ഫൈറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് കൊളസ്ട്രോളിനെ ലോവർ ചെയ്യും. വൈറ്റമിൻ ബി ആൻഡ് ഡി നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള മഷ്റൂം നിങ്ങളുടെ ഡെയിലി ഫുഡിൽ ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഇതൊരു 250 ഗ്രാമിൻ്റെ പാക്കറ്റ് കൂണാണ്. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അതായത് നമ്മളിത് എപ്പോഴും കടയിൽ നിന്ന് പിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ താഴത്തെ ഈ ഭാഗം ഒന്ന് വെളുത്തിരിക്കുന്നത് നോക്കി എടുക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള കൂണാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിത് ഇനി ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ അകത്തുള്ള വെള്ളമയമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു നല്ല വലുപ്പത്തിലുള്ള ഒരു സവാള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നീട് ഒരു 1/2 കപ്പോളം വരുന്ന ഫ്രഷ് തേങ്ങയും ഉണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളി വേണം. ഞാൻ തക്കാളി ഒരു 1/4 ഭാഗം മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം തക്കാളി എടുത്താൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് കൂൺ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമ്മൾക്കതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീ മതി. ഒരുപാട് ബ്രൗൺ കളറിലൊന്നും നമ്മുടെ സവാള ആവേണ്ട, എന്നാലും അതിൻ്റെ പച്ചമണം മാറി അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കലാണ്. തക്കാളി ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, ഒരു ഫുള്ള് തക്കാളിയുടെ ആവശ്യം നമുക്കില്ല. ഒരു തക്കാളിയുടെ ഒരു 1/4 ഭാഗം മാത്രമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത്ര പുളിയുടെ ആവശ്യം നമുക്കില്ല. പക്ഷേ ഒരു 1/4 ഭാഗം തക്കാളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കൂൺ തോരന്. അത് നല്ലതുപോലെ ഒന്ന് കുക്കാവണം. അതായത് ഒരു തക്കാളി ഒരു 3/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പാണ് ചേർക്കേണ്ടത്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉപ്പ് കൂടിപ്പോയാൽ ഭയങ്കര പാടാണ് തോരനിൽ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂൺ തോരനായതുകൊണ്ട് ഞാനിന്ന് കനം കുറച്ചാണ് നല്ലതുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ചില ആൾക്കാർ ഇത് ചതുരം ക്യൂബ് പോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഞാൻ തോരനായതുകൊണ്ട് ഇന്നിപ്പോൾ നല്ല കനം കുറഞ്ഞ് നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് ചെറിയ തീയിൽ നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് വെള്ളം തനിയെ വരും. നമ്മളൊരു തുള്ളി പോലും വെള്ളം ചേർത്തിരുന്നില്ല, പക്ഷേ മഷ്റൂമിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങി വരും. നിങ്ങൾക്കിപ്പോൾ കാണാം, നല്ല ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പാൻ തുറന്നു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ തുറന്നു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളം കുറച്ചായിട്ടങ്ങ് ആവിയായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. വെള്ളം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രഷ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ചെറു തീയിലൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തേങ്ങ നമ്മുടെ മഷ്റൂമായിട്ട് നല്ലതുപോലെ മിക്സായിട്ട് ബാക്കിയുള്ള വെള്ളം കണ്ടൻറ്റും ഒക്കെ പോവും. അപ്പോഴത്തേക്ക് തോരൻ ഏകദേശം റെഡിയാവും. ഇപ്പോൾ നമ്മൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ കാണിക്കാൻ പോകുന്ന സ്റ്റെപ്പ് വെജിറ്റേറിയൻസിനുള്ളതല്ല. ഇവിടം വരെ മാത്രമേ നമ്മുടെ വെജിറ്റേറിയൻസിന് പ്രവേശനമുള്ളൂ. നമ്മുടെ മഷ്റൂം തോരൻ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു മുട്ടയാണ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു നുള്ളു ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൂൺ തോരനിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തൊഴിക്കാം. 1-2-3 സെക്കൻഡിന് ശേഷം മുട്ട ചെറുതായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഒരു മീഡിയം തീയിലിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മുട്ട നമ്മുടെ കൂണിലെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ട് നല്ല വരണ്ട് വരും. അപ്പോൾ നമ്മുടെ മഷ്റൂം തോരന് പ്രത്യേക ഒരു ടേസ്റ്റാണുള്ളത്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് ഒമിറ്റ് ചെയ്യാം. നമ്മുടെ കൂൺ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ
നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും തുടർന്ന് എനിക്ക് വേണം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ വന്ന് അറിയിക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.